അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, അക്ബർ വി ഹൈദർ ഓർമ്മയായി മാറി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ പതാക കയ്യിലേന്തി ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർക്ക് മാതൃകയായി മുന്നിൽ നിന്ന് നയിച്ച പ്രിയപ്പെട്ട അക്ബർ സാഹിബ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ബർസഖിയായ ജീവിതത്തിലേക്ക് യാത്രയാകുമ്പോൾ ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി കണ്ണുനീർ പൂക്കൾ സമർപ്പിക്കാം. നമുക്ക് ഒപ്പം പ്രാർത്ഥിക്കാം പടച്ച റബ്ബിനോട്, യാ അല്ലാഹ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ അക്ബറിക്കായുടെ ആഖിറം നീ സുഖത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ സുഹൃതങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാരിധിയായ റബ്ബേ, നീ അദ്ദേഹത്തിന് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള പ്രവർത്തകരെ, സ്തുത്യർഹമായ പ്രവർത്തന രീതിയിലൂടെ മാതൃകയായി വർത്തിച്ച മഹത്തായ വ്യക്തിത്വമാണ് അക്ബർ സാഹിബ്. പ്രവർത്തകരുടെ ആവേശമായിരുന്ന ഖാലിദ് സാഹിബിന്റെ അടുത്ത കൂട്ടുകാരനും സഹപ്രവർത്തകനുമായിരുന്ന അക്ബർ സാഹിബ് ജീവിതത്തിലുടനീളം നമുക്കെല്ലാം മാതൃകയായി വർത്തിക്കാവുന്ന വിധത്തിൽ ഒരു പിടി നന്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞകന്നു പോകുന്നത്. പ്രസ്ഥാന പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം കേവലം ഉപരിപ്ലവമായ മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ആഖിറത്തിലേക്കുള്ള, പാരത്രിക ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന് പറയാതെ പറഞ്ഞു തന്ന വ്യക്തിത്വമാണ് അക്ബർ സാഹിബ്. അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൂടെ സ്വലാത്തുകൾ ചെല്ലിക്കുന്ന വിഷയത്തിൽ വളരെയേറെ ഔത്സുക്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചക പ്രേമത്തിന്റെ അടങ്ങാത്ത അലയൊലികൾ ആത്മാവിലേക്ക് പകർന്നു തരുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്തുകൾ ചൊല്ലാൻ മാത്രമല്ല ചൊല്ലിക്കാൻ കൂടി വളരെയേറെ സമയം ചെലവഴിച്ചിരുന്നു ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ്. മാത്രമല്ല, മരണം എന്നുള്ള യാഥാർത്ഥ്യം തന്റെ തൊട്ടു മുമ്പിലുണ്ട് എന്നുള്ള തിരിച്ചറിവോടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ വാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമത്. നാളെ നേരം വെളുക്കുമോ, വെള്ള പുതപ്പിച്ച് കിടക്കുമോ എന്ന് സ്വയം ചോദിക്കുന്ന അക്ബർ സാഹിബ് അദ്ദേഹം മരണമെന്ന യാഥാർത്ഥ്യത്തെ കൈനീട്ടി സ്വീകരിക്കുവാൻ ആത്മീയമായി ഒരുങ്ങിയിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അർഹമുർ റഹീമായ റബ്ബ് ആ മഹാവ്യക്തിത്വത്തിന്റെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആ പ്രവർത്തകന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് കഴിയാവുന്ന ഹദിയകൾ അദ്ദേഹത്തിന്റെ പരലോക സൗഖ്യത്തിനു വേണ്ടി സമർപ്പിക്കുക. ഫാത്തിഹയും യാസീനും തഹ്ലീലും ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദത്തൈനിയും ഒക്കെ ഓതിക്കൊണ്ട് അദ്ദേഹത്തിന് ഹദിയ ചെയ്യുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.